ദൈവപുത്രൻ തന്നെ തെറ്റ് ചെയ്യുമ്പോൾ ചെകുത്താനെ അല്ലാതെ മറ്റാരെ ആശ്രയിക്കാനാണ്? നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എമ്പുരാന്റെ ട്രെയിലർ പുറത്തിറങ്ങിയതിന് പിന്നാലെ ഒരുപാട് സംശയങ്ങൾ നിലനിൽക്കുന്നത് ടൊവിനോ ആണോ ചിത്രത്തിലെ വില്ലൻ എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം, ആദ്യ ഭാഗത്തിൽ ടൊവിനോയും ലാലേട്ടനും കൂടി രണ്ട് ഫ്രെയിമിലായിട്ട് നിൽക്കുന്നിടത്താണ് ലൂസിഫറിന്റെ ഇന്റർവെൽ ഷോട്ട്. പിന്നെ രണ്ടാം ഭാഗത്തിലേക്ക് വന്നപ്പോഴേക്കും ജതിൻ രാംദാസിന്റെ അഴിഞ്ഞാട്ടമാണ് നമ്മൾ കണ്ടത്. ജതിന് ഫാൻ ബേസ് ഇപ്പോഴും ഉണ്ട്. പക്ഷെ രണ്ടാം ഭാഗത്തിലേക്ക് കാര്യങ്ങൾ വരുമ്പോഴേക്കും കാര്യങ്ങൾ എളുപ്പമാണ്. ടൊവിനോയുടെ കഥാപാത്രത്തിന് ജതിൻ രാംദാസിന് ആ നിൽക്കുന്ന ഒരു ജോഗ്രഫിക്കൽ ലൊക്കേഷനിൽ എല്ലായിടത്തും ജതിൻ രാംദാസിന് അത്ര ഇങ്ങോട്ട് നമുക്കൊരു പോസിറ്റീവായിട്ട് കാണാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നില്ല എന്നുള്ളതാണ്. മാത്രമല്ല, ജതിനെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത്, ലൂസിഫറിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ജതിൻ എങ്ങോ വന്നതാണ്. ജതിന് പൊളിറ്റിക്സുമായി ഒരു ബന്ധവുമില്ലാതെ ജതിൻ ഇങ്ങടേക്ക് വന്നതാണ്. ആ ജതിൻ എങ്ങനെയായിരിക്കാം കേരള പൊളിറ്റിക്സ് മാറ്റിമറിക്കുന്നത്? ജതിൻ തന്നെ തന്റെ കാമുകിയോട് പറയുന്നുണ്ട്, ഇറ്റ്സ് ദ വേൾഡ്സ് ബിഗസ്റ്റ് കോമഡി ബേബ്, ഇറ്റ്സ് കോൾഡ് ഇന്ത്യൻ പൊളിറ്റിക്സ്. ആ ഇന്ത്യൻ പൊളിറ്റിക്സിനെ ജതിൻ എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്? ഇതൊക്കെയാണ് അറിയേണ്ടത്. എന്തായാലും ട്രെയിലറിൽ നിന്ന് കുറച്ച് സൂചനകൾ ലഭിക്കുന്നത് പ്രകാരം ടൊവിനോ ഒരു ശക്തമായ വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ്. സംശയങ്ങളാണ്, ട്രെയിലർ ഡീകോഡിങ്ങുകളുടെ ഭാഗമായിട്ടുള്ള ഒരുപാട് സംശയങ്ങൾക്കുള്ള ചെറിയ ഉത്തരങ്ങൾ മാത്രമാണത്. കാരണം ലാലേട്ടന്റെ ഈ ഡയലോഗ് തന്നെയാണ് അതിന് ഏറ്റവും പ്രസക്തമായി മാറുന്നത് പോലും. ഈ ദൈവപുത്രൻ തെറ്റ് ചെയ്യുമ്പോൾ ചെകുത്താനെ അല്ലാതെ മറ്റാരെ ആശ്രയിക്കാൻ? ഈ ഒറ്റ വഴിയിൽ നിന്ന് മാത്രം കാര്യങ്ങൾ ആലോചിക്കുകയും, ദൈവപുത്രൻ PK രാംദാസ് ആണ് ഇവിടുത്തെ ദൈവം എന്ന് പറയുന്നത്. വൻമരം, ദൈവം എല്ലാം PK രാംദാസ് ആണ്. ആ ദൈവത്തിന്റെ പുത്രൻ ആരാണ്? ജതിൻ രാംദാസ് ആണ് തന്നെയാണ്. കാരണം ഒരു പുത്രനുള്ളത് പ്രിയദർശിനി രാംദാസ് ആണ്, മറ്റത് ജതിൻ രാംദാസ് ആണ്. അത് നമുക്കറിയാം. ആ ജതിൻ രാംദാസ് തെറ്റ് ചെയ്യുമ്പോൾ ആശ്രയിക്കേണ്ടി വരുന്നത് ആ ചെകുത്താനെയാണ്. ചെകുത്താൻ ആരാണ്? സ്റ്റീഫൻ നെടുമ്പള്ളി അല്ലെങ്കിൽ ഖുറേഷി എബ്രഹാം. ആ ഖുറേഷി എബ്രഹാം തിരിച്ച് നാട്ടിലേക്ക് വരേണ്ടി വരികയാണ്. അതായത് അവിടുത്തെ സാഹചര്യങ്ങൾ, രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൊണ്ട് ഗോവർദ്ധൻ എന്ന കഥാപാത്രം പറയുന്നുണ്ട്, തിരിച്ചു വരൂ സ്റ്റീഫൻ എന്ന് പറയുന്നത്, ഈ ദൈവത്തിന്റെ സ്വന്തം നാടിനെ രക്ഷിക്കൂ എന്ന് പറയുന്നുണ്ട്. ആ അബ്രഹാം ഖുറേഷിനെ തിരിച്ചു വിളിക്കുകയാണ് ഗോവർദ്ധൻ. ഈ ഒരു പ്രതിസന്ധിയിലൂടെ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം മുന്നോട്ട് പോകുന്നത് ജതിന്റെ കൈകളിലാണ്. ആ ജതിൻ തെറ്റ് ചെയ്യുകയാണ്, ആ ജതിൻ തന്നെയാണ് വില്ലൻ എന്നുള്ളത് ഈ ട്രെയിലറിൽ നിന്ന് ലഭിക്കുന്ന പല സൂചനകൾ പ്രകാരം നമ്മൾ ഈ ഡോട്ടുകൾ ഇങ്ങനെ കുത്തി നമ്മൾ ഈ ഒരു ഫുൾ സർക്കിൾ ആക്കുക എന്ന് പറയില്ലേ, അതിൽ നിന്നും കിട്ടുന്ന പല സൂചനകളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് തന്നെയാണ് ടൊവിനോ വില്ലൻ. അതുകൊണ്ട് തന്നെ ഒരു 90% നമുക്ക് ടൊവിനോ ഇതിനകത്ത് വില്ലനാണെന്ന് പറയാൻ സാധിക്കും. പക്ഷെ എന്നാൽ പോലും നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. കാരണം പൃഥ്വിരാജ് എന്ന് പറയുന്നത് സർപ്രൈസുകളുടെ രാജകുമാരനാണ്. അതുകൊണ്ട് എന്ത് സർപ്രൈസ് വേണമെങ്കിലും പൃഥ്വിരാജിന്റെ ഇതിനകത്ത് ഒളിപ്പിച്ചു വയ്ക്കാം. ഇപ്പൊ തന്നെ 36 കഥാപാത്രങ്ങളെയാണ് പുറത്തിറക്കിയിരിക്കുന്നത്. ഇനി 37ാമത് ഒരാളുണ്ടോ എന്നുള്ളത് പോലും അറിയില്ല. ഇനി വേറെ ഏതെങ്കിലും സർപ്രൈസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ടോ? എന്തായാലും ചിത്രം തേർഡ് പാർട്ടിലേക്ക് പോകുമെന്ന് പറയുന്നു. അപ്പൊ തേർഡ് പാർട്ടിലേക്ക് ഒരു ലീഡ് കൊടുക്കുന്നുണ്ട്. ഈ സ്റ്റോറി ഇൻകംപ്ലീറ്റുമാണ് എന്ന് പൃഥ്വിരാജ് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇൻകംപ്ലീറ്റ് ആയിട്ടൊരു സ്റ്റോറിനെ എങ്ങനെയാണ് അവസാനിപ്പിക്കുക? പുതിയൊരു ക്യാരക്ടറിന്റെ ഇൻട്രൊഡക്ഷനിലൂടെയാണ്, അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ വിചാരിക്കാത്ത വൈ കട്ടപ്പ കിൽഡ് ബാഹുബലി എന്നൊരു ചോദ്യം പോലെ എന്തെങ്കിലും തരത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ എന്നുള്ളൊരു ചോദ്യത്തിലാണോ അവസാനിക്കുന്നത്? നിരവധി സംശയങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇനി കൃത്യം ഒരാഴ്ച മാത്രമാണ് എമ്പുരാൻ എന്ന ചിത്രത്തിന്റെ റിലീസും അടുക്കുന്നത്. പക്ഷേ ടൊവിനോ വില്ലൻ ആകുന്നുണ്ട് എന്നുള്ളൊരു പ്രസക്തമായ സംശയങ്ങൾ ഈ ട്രെയിലർ റിലീസിന് ശേഷം വലിയ രീതിയിൽ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഉയരുകയാണ്. അതിനെല്ലാം പ്രധാനപ്പെട്ട കാരണങ്ങളും ഇതെല്ലാം തന്നെയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ ഖുറേഷി എബ്രഹാമിന്റെ കഥയാണോ, സയ്യദ് മസൂദിന്റെ കഥയാണോ, ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ട്രെയിലർ കണ്ടവർക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമാകും. സയ്യദ് മസൂദിന്റെ ഒരു കഥയായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. പൃഥ്വിരാജിന്റെ ചെറുപ്പം, അതിനുശേഷമുള്ള ബാല്യം, കൗമാരം, അല്ലെങ്കിൽ ഇപ്പൊ നിൽക്കുന്നത് എങ്ങനെയാണ് എബ്രഹാം ഖുറേഷിയുടെ ഗ്യാങ്ങിലേക്ക് സയ്യദ് വരുന്നത്, സയ്യദും ഖുറേഷിയും തമ്മിലുള്ള ബന്ധം എന്താണ്, അങ്ങനെ 100 സംശയങ്ങളാക്കി ട്രെയിലർ അവസാനിപ്പിക്കുകയാണ് എമ്പുരാന്റെ. നമുക്കൊരു 3 മിനിറ്റ് 51 സെക്കൻഡ് ട്രെയിലറാണ്. എന്നിട്ട് പോലും ഒരു കൃത്യമായ സൂചനയോ കഥ എങ്ങനെയാണ് പോകുന്നതെന്ന് പോലും നമ്മുടെ മുന്നിലേക്ക് പൃഥ്വിരാജ് അവതരിപ്പിക്കുന്നില്ല. ദാറ്റ്സ് ക്രാഫ്റ്റ് എന്ന് നമുക്ക് പറയാം. പക്ഷെ എന്നാൽ പോലും ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. ഒരുപാട് സംശയങ്ങൾ നിലനിൽക്കുമ്പോൾ ആകെ ഒരൊറ്റ ഡയലോഗിന്റെ പശ്ചാത്തലത്തിൽ ടൊവിനോ നമുക്കൊരു വില്ലനാണെന്നൊരു 90% ഉറപ്പിക്കാൻ കഴിയുന്നതും, പിന്നെ ഗോവർദ്ധൻ അതിനുശേഷം ഖുറേഷി എബ്രഹാമിനെ തിരിച്ചു വിളിക്കുന്നതും ഒക്കെ ഒന്ന് കണക്ട് ചെയ്യുമ്പോഴേക്കും ഈ ചിത്രത്തിൽ ജതിൻ രാംദാസ് അഥവാ ടൊവിനോയാണ് വില്ലൻ എന്ന് ഏകദേശം ഉറപ്പിക്കാം.